അപ്പോൾ മൂലനക്ഷത്രക്കാരെ, നമുക്ക് നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. മനസാക്ഷിയോടെ പെരുമാറുന്നവരും ആത്മാർത്ഥതയും ധർമ്മബോധവും ഉള്ളിൽ കാത്തുസൂക്ഷിക്കുന്നവരുമായിരിക്കും നിങ്ങൾ. പെരുമാറ്റത്തിൽ തന്നെ ശാന്തതയും സൗമ്യതയും ഉണ്ടായിരിക്കുന്നതാണ്. സന്ദർഭമനുസരിച്ച് പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ. അടുക്കും ചിട്ടയും കൂടാതെയുള്ള ജീവിതമായിരിക്കും നിങ്ങൾ പൊതുവെ നയിക്കുക. ക്ഷിപ്രകോപികളായിരിക്കും നിങ്ങൾ. കോപമുണ്ടായാൽ നിർദാക്ഷിണ്യം പെരുമാറുകയും മറ്റുള്ളവരെ കഠിനമായ വാക്കുകളുടെ പ്രയോഗത്താൽ വേദനിപ്പിച്ചെന്നും വന്നേക്കാം. ഒരു പ്രത്യേകമായ ആകർഷണീയത പെരുമാറ്റത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. സുഖജീവിത തൃഷ്ണ അല്പം കൂടുതലായിരിക്കും. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ നന്നേ കുറവായിരിക്കും. ഏതു കാര്യത്തിലും അറിവും കഴിവും ഉണ്ടാകുമെങ്കിലും ശാന്തമായും വ്യക്തമായും സ്ഥിരമായും പ്രവർത്തിക്കാത്തത് മൂലവും ഭാഗ്യദോഷം മൂലവും പലപ്പോഴും അനുഗുണമായ വളർച്ചയും പുരോഗതിയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. മറ്റുള്ളവരോട് സ്നേഹവും ആത്മാർത്ഥതയും കാണിക്കുന്നവരായിരിക്കും നിങ്ങൾ. വിശ്വാസം തോന്നുന്ന കാര്യങ്ങളിലും വ്യക്തികളിലും അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കും നിങ്ങൾ. മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധമുള്ള യാത്രകൾ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ. ലഹരി പദാർത്ഥങ്ങളിൽ താൽപ്പര്യമുണ്ടായാൽ അത് നിയന്ത്രിക്കുക നന്നേ പ്രയാസകരമായിരിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ജീവിത പുരോഗതിക്ക് വളരെയധികം നല്ലതായിരിക്കും. പിതൃഗുണം, സഹോദരഗുണം ഇവ നന്നേ കുറഞ്ഞിരിക്കാനാണ് സാധ്യത. കലാപ്രവർത്തനങ്ങൾ, സാഹിത്യം, മോഡലിംഗ്, അഭിനയം, രാഷ്ട്രീയം എന്നീ രംഗങ്ങളിൽ വിജയസാധ്യത ഉണ്ടാകും. സ്വദേശത്തേക്കാൾ അന്യദേശത്തായിരിക്കും കൂടുതൽ ശോഭിക്കുക. കൂട്ടുകെട്ടുകളിൽപ്പെട്ട് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന ചിന്താഗതി വന്നുകൂടിയേക്കാം. സുഹൃത്തുക്കളിൽ നിന്ന് ചതി, വഞ്ചന എന്നിവ നേരിടേണ്ടി വന്നേക്കാം. നിർബന്ധബുദ്ധി അല്പം കൂടുതലായിരിക്കും നിങ്ങൾക്ക്. സ്വന്തം ചിലവിന് പണം തികയാത്ത പക്ഷം കടം വാങ്ങിയും ചെലവ് ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും നിങ്ങൾ. തൻ്റെ ഇടത്തിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. ഉദാരമതികളും വിശ്വസ്തരുമായിരിക്കും നിങ്ങൾ. മറ്റുള്ളവരുടെ യോഗ്യതയെ അംഗീകരിക്കാൻ നിങ്ങൾ മടിക്കുകയില്ല. വിവാഹ കാര്യങ്ങളിൽ അല്പം കാലതാമസമോ തടസ്സമോ നേരിട്ടെന്ന് വന്നേക്കാം. ഏതു കാര്യത്തിനും കൂടെ നിൽക്കുന്ന പങ്കാളിയായിരിക്കുമെങ്കിലും ചില അലട്ടലുകളും വേർപാടുകളും ഉണ്ടായെന്ന് വന്നേക്കാം. അധ്യാപനം, ബിസിനസ്, പൊതുപ്രവർത്തനങ്ങൾ, സുഗന്ധദ്രവ്യ നിർമ്മാണം എന്നീ മേഖലകളിൽ വിജയസാധ്യതയുണ്ട്. മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമെ സൗന്ദര്യവും ആകർഷണീയമായ സ്വഭാവവും ഉണ്ടായിരിക്കും. വിവാഹം വളരെ നേരത്തെ നടക്കാനോ വളരെ വൈകി നടക്കാനോ ഇടവന്നേക്കാം. മനസ്സറിയാതെ പലവിധ അപവാദങ്ങളും കേട്ടെന്ന് വന്നേക്കാം. അപ്പോൾ മൂലനക്ഷത്രക്കാരെ, നിങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായൊരു വിവരണമാണ് ഞാനിവിടെ നൽകിയത്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്കുള്ള സാദൃശ്യം താഴെ കമന്റ് ചെയ്യുമല്ലോ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.